ഇങ്ങനെ വന്ന് പെട്ടുപോകുമെന്ന് ഞാനും കരുതിയില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സഹായിക്കാൻ വന്നിട്ട് ഇപ്പൊ നമുക്കാണല്ലോ പ്രശ്നം. കണ്ടില്ലേ നീ എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടുക? അമ്മേ മതി, ഒന്ന് നിർത്തിക്കേ. നടന്നതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്ക്. എടാ, ഇനി ഇതിൽ ചിന്തിക്കാൻ എന്തിരിക്കുന്നടാ? ആ പ്രിയമ്മത പറഞ്ഞ പോലെ മേഘനയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് മറ്റൊരു ചെവി അറിയാതെ ഇവിടുന്ന് മുങ്ങുകയെ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ താടക നമ്മളെ വിടില്ല. വലിയേട്ടാ, വിളിച്ചത് കേട്ടില്ലേ? മുഹൂർത്തത്തിന് നേരാവുന്നുണ്ട്. വന്നേ. ഞാൻ വന്നോളാം, നീ പോയിക്കോ. മിഥുൻ, കല്യാണ ചെറുക്കന് ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ പാടില്ല. കതിർ മണ്ഡപത്തിലേക്ക് ആരെങ്കിലും ആനയിച്ചിരുത്തണം. മിഥുൻ, നീ കൊതിച്ച ജീവിതം തന്നെയല്ലേ നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ പ്രിയപ്പെട്ട മഞ്ജരി ഇനി തൊട്ട് ഭാര്യയായി നിന്റെ കൂടെയുണ്ടാവും. ഈ സുദിനത്തിന് വേണ്ടിയല്ലേ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ? എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി മോന്? നിന്റെ വിധി മഞ്ജരിയോടൊപ്പം ജീവിക്കാനാ. മോനെന്റെ കൂടെ വാ. വന്നേ, കം. മിഥുൻ, മോനിരിക്കെ. ജയദേവൻ സാറേ. ആ, വരൂ. എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. എന്നാ പിന്നെ അങ്ങോട്ട് ഇരിക്കും. മേഘ്നയുടെ ജീവിതം നശിപ്പിക്കാനാണോ ഞാൻ ശ്രമിക്കുന്നേ? സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ മേഘ്നയെ ഉപദ്രവിക്കുകയാണോ? എന്നോട് ക്ഷമിക്കും മേഘ്നെ. മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നോളൂ. മോളെ മേഘനെ, വാ മോളെ. ചിതയിൽ നീറും ശലഭത്തിനുണ്ടോ വസന്തം? ഉരുകുന്ന മഞ്ഞിൻ കടലിൽ എന്റെ കനലുകൾക്കുണ്ടോ തെളിച്ചം? അകലുന്ന തീരം തേടി അലയും മോഹമേ, ആതിരത്താരമില്ലേ, ആകാശമില്ലേ, എല്ലാം മറക്കാം.
सहस्रपात् स भूमिं विश्वतो वृत्वा अत्यदिष्टदशाङ्गुलं पुरुष एवेदगं सर्वं यद्भूतं यच्च भव्यम् उतामृतत्वस्येषानः यदन्नेनातिरोहति एतावानस्य महिमा अतो ज्यायागुस्य पुरुषः पादोऽस्य विश्वभूतानि त्रिपादस्यामृतं दिवि त्रिपादोर्ध्वोदेत्पुरुषः पादोऽस्येह भवात् पुनः ततो विश्वं जक्रामत् മഞ്ജരി तस्माद्विराडजायत ॐ अपवित्रपवित्रो वा सर्वावस्थाङ्गतोऽपि वा വലിച്ച കുറച്ചുകൂടെ കഴിഞ്ഞ മുഹൂർത്താവും. ഉടനെ തന്നെ താലുകെട്ട് നടക്കും. വല്യേട്ടന് ഒരു കുലുക്കുമില്ലല്ലോ. ഇനിയും വല്യേട്ടന് മനംമാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വലിച്ച. ഈ അവസാന നിമിഷം എന്താ ചെയ്യാ? നമുക്ക് കാത്തിരിക്കാം. നീയൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷണമാ. എന്റെ വീടിന്റെ വിളക്കായ മേഘനെ മറ്റൊരു വീട്ടിലേക്ക് വിളക്കം കൊടുത്ത് പറഞ്ഞു വിടേണ്ട അവസ്ഥയാണല്ലോ. എങ്ങനെയും ഈ കല്യാണം ഒന്ന് മുടക്കി തരണേ ഭഗവാനെ.
എന്റെ ഈശ്വര, വെണ്ണ തരണ്ട് വരുമ്പോ കല ഉടഞ്ഞ പോലെ ഇതെന്താ ഈ സമയത്ത് ഭാർഗവ പണിക്കര്? ഇയാളെങ്ങാനും വാ തുറന്നാ ഈ കല്യാണം മുടങ്ങും. ഒരു കാരണവശാലും ഭാർഗവ പണിക്കരെ അരുണിമേച്ചി കാണരുത്. അതെ, അരുണിമയല്ലേ? ആരോ വിളിച്ച പോലെ തോന്നിയല്ലോ. വല്യച്ഛ, ഇപ്പോഴും നമുക്ക് സമയം വൈകിട്ടില്ല. വല്യേട്ടനോട് സംഭവങ്ങളെല്ലാം പറഞ്ഞേക്ക്. അത് പറയാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയേറെ കഷ്ടപ്പെട്ടത്? അവിടെ പേരുദോഷം ഉണ്ടാകുന്ന സഞ്ജന മോൾക്ക. സഞ്ജനയ്ക്ക് അങ്ങനെ പേരുദോഷം വരാനാ? ഇതിനിടയ്ക്ക് സഞ്ജന എവിടെ നിന്നു വല്യച്ഛ? വല്യച്ഛൻ എന്താ ഒളിപ്പിക്കുന്നേ? എനിക്കും ആകാശിനും ഇടയിലുണ്ടായിരുന്ന ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അറുത്ത് മുറിച്ച് കളയാൻ കഴിഞ്ഞു. പക്ഷെ അവൻ കാരണം ഇപ്പൊ എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണം? വയറ്റത്ത് നല്ല ചതവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. ഇനി പ്രഗ്നൻസി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ റിസപ്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്ക. പേഷ്യന്റിന്റെ പേര് പറയൂ. കല്യാണം കഴിയാത്ത കുട്ടിയാ, വെറുതെ പേരുദോഷം ഉണ്ടാക്കണ്ട. മേഘന. ഹസ്ബൻഡിന്റെ പേര്? മിഥുൻ നന്ദൻ. അപ്പോ സഞ്ജനയുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചാണോ ഏട്ടത്തിയമ്മ സ്വന്തം ജീവിതം ബലി കൊടുക്കാൻ തയ്യാറാവുന്നത്? അതെ വിവേകേ. ഇനി മേളവും കുറവൊക്കെ ആകാം. ഇനി വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടണം. എനിക്കിനി മിഥുനേട്ടനില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പേടിയാണ്. മിഥുനേട്ടനൊപ്പം ജീവിക്കാൻ കഴിയാതെ വരുന്ന ദിവസം ഈ ഭൂലോകത്തും തന്നെ ഞാനും പോയി കളയും.
മേഘനയുടെ കഴുത്തിൽ നീ താലി കെട്ടിയേ തീരൂ, അല്ലെങ്കിൽ നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടും പറഞ്ഞേക്കാം. നീ എന്തൊരു ബുദ്ധിമോശിയെ കാണിച്ച്. ആരോട് ചോദിച്ച് ഈ അവിവേകത്തിനൊരുങ്ങി? ഇതേ ചോദ്യം മേഘനയ്ക്ക് വേണ്ടി ഡാഡ് ഒരു ചെറുക്കനെ കണ്ടെത്തിക്കൊണ്ടു വന്നപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാ. ഈ കല്യാണ മണ്ഡപത്തിൽ കയറിയപ്പോ തൊട്ട് ആ ചോദ്യം എന്നെ വേട്ടയാടുന്നുണ്ടായിരുന്നു. താലി കൈകളിലേക്ക് എടുത്തതിന് ശേഷവും എന്റെ ഹൃദയത്തെ ആ ചോദ്യം കീറി മുറിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ ഈ നിമിഷം എന്റെ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് മോം.